പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ നിങ്ങൾക്കറിയോ? പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറഞ്ഞാൽ ഹെർപ്പസ് സോസ്റ്റർ, നമ്മൾ ഈ ഞരമ്പ് പൊട്ടി എന്നൊക്കെ പറയും, വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. സാധാരണ പണ്ട് ചിക്കൻ ബോക്സ് ഒക്കെ വന്നിട്ടുള്ളവർക്ക് കൂടുതലായിട്ട് രണ്ടാമത് റൂട്ട് ഗാംഗ്ലിയോൻ്റെ അവിടെ ആ വൈറസ് ആക്ടിവേഷൻ ആകുമ്പോഴേ വരുന്നത്. അത് വരുന്നത് ചെറിയ തരികളായിട്ടൊക്കെ ആയിരിക്കും. സാധാരണ ഇതിൽ കൂടുതൽ കാണുന്ന ഏരിയ നമ്മളെ കണ്ണിൻ്റെ ഏരിയ, ട്രൈജെമൽ നെർവ് ഡിസ്ട്രിബ്യൂഷനിൽ, നമ്മളെ കഴുത്തിൽ, അതേപോലെ നമ്മുടെ ചെസ്റ്റിൽ, തൊറാസിക് ഗാംഗ്ലിയൻ്റെ അവിടെയൊക്കെയാണ് കൂടുതൽ കാണുന്നത്. ചിലവർക്ക് കാലിൻ്റെ താഴെയും തൊടയിലൊക്കെ കാണാറുണ്ട്. ഇങ്ങനെ പൊട്ടിയായിട്ട് ഒരു ഞരമ്പ് പൊട്ടിയായിട്ട് കാണും. വരുമ്പോൾ അങ്ങനെ ഓരോ ഡോട്ടായിട്ട് കാണും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്ത് കടച്ചിൽ തുടങ്ങും. ആ സിവിയർ ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള പെയിൻ ഉണ്ടാവും. ഇങ്ങനെ കുത്തിപ്പറിക്കുന്ന വേദന ഉണ്ടാവും, കടച്ചിലുണ്ടാവും, ഷൂട്ടിങ് പെയിൻ ഉണ്ടാവും. പിന്നെ നമുക്ക് ഫാനിൻ്റെ കാറ്റ് തട്ടുമ്പോൾ വേദന, ഷർട്ട് തട്ടുമ്പോൾ വേദന, വെള്ളം തട്ടുമ്പോൾ വേദന ഒക്കെ തോന്നും. ഇതിനാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജി പറയുന്നത്. അതായത് ഹെർപ്പസ് സോസ്റ്റർ ഉണ്ടായിട്ട് അതിൻ്റെ ശേഷം വരുന്ന വേദന എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ മെഡിക്കേഷൻസും ഓയിൻമെൻ്റ് എല്ലാം കൊടുത്താൽ ഒരളവൊക്കെ സെറ്റിൽ ആയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഏരിയയിലുള്ള ഏത് ഞരമ്പിന്, ഇതൊക്കെ ഓരോ ഡെർമറ്റോമൽ ഡിസ്ട്രിബ്യൂഷനിലാണ് വരും. ആ സൈഡിലുള്ള ഞരമ്പിനെ നമുക്ക് അതിന് ബ്ലോക്ക് ചെയ്യുന്ന ഹൈഡ്രോ ഡിസെക്ഷൻ ചെയ്തായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ, അൾട്രാസൗണ്ട് ഗൈഡഡ് നെർവ് ബ്ലോക്ക് കൊടുത്താൽ, അല്ലെങ്കിൽ സിമ്പറ്റിക് ബ്ലോക്ക് വഴി നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡ് ഉണ്ട്. അതിന് ഇൻ്റർവെൻഷൻ പെയിൻ മെഡിസിനിൽ പറയുന്നത് ഇൻ്റർവെൻഷൻസ് ഫോർ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ റിലേറ്റഡ് നെർവ് പെയിൻ എന്നാണ് പറയുന്നത്. അപ്പോൾ പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയയിൽ എനി ഇൻ്റർവെൻഷൻസ് ഈസ് ഭയങ്കര എഫക്റ്റീവാണ്. അത് മെഡിസിൻ്റെ കൂടെ തന്നെ ഓയിൻമെൻറ്റ് ഇൻ്റർവെൻഷൻ ചെയ്താൽ ആ കടച്ചിലും അതിനോടുള്ള തരിപ്പും വളരെ എഫക്റ്റീവായിട്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമാണ് പോസ്റ്റ് ഹെർപ്പറ്റിക് ന്യൂറാൾജിയ എന്ന് പറയുന്നത്. താങ്ക് യു.